വളരെ സന്തോഷം നിറഞ്ഞൊരു വാർത്ത നമ്മൾ ഇന്ന് അറിഞ്ഞു. ഷിംജിത എന്ന് പറയുന്ന നീച പ്രവൃത്തി ചെയ്ത ഒരു ദുഷ്ട സ്ത്രീയെ ഇന്ന് അറസ്റ്റ് ചെയ്തു കേരള പോലീസ്. കേരള പോലീസിന് അഭിനന്ദനങ്ങൾ. പക്ഷെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് കേരള പോലീസിനെ കുറിച്ചാണ്. 3 ദിവസം വൈകിയാണ് ഈ ഷിംജിത എന്ന് പറയുന്ന നീച സ്ത്രീയെ അറസ്റ്റ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം അവർക്ക് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരുടെ കയ്യിലുള്ള തെളിവുകളും കാര്യങ്ങളെല്ലാം നശിപ്പിക്കാനുള്ള സമയം അവർക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അത് മാത്രമല്ല, കേരള പോലീസ് ആരെയാണ് ഈ ഭയക്കുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം അവരുടെ അറസ്റ്റ് നിങ്ങൾ മറച്ചു വെച്ചു. അവരെ അറസ്റ്റ് ചെയ്ത കാര്യം നിങ്ങൾ മീഡിയയിലോ പബ്ലിക്കിലോ നിങ്ങൾ അറിയിക്കാതെ നിങ്ങൾ ഒളിച്ചു പോയിട്ട്, ഈ നീച സ്ത്രീയെ നിങ്ങൾ ഒളിച്ചു പോയിട്ട് അറസ്റ്റ് ചെയ്തു. എന്തിന് നിങ്ങൾ ആരെയും അറിയിക്കാതെ ഈ ഒരു നാടകം കളിച്ചു? അതിനുശേഷം അവരുടെ മെഡിക്കൽ കൊണ്ടുപോയതും ആരെയും അറിയിക്കാതെ, മീഡിയയോ ആരെയും അറിയിക്കാതെ വളരെ രഹസ്യമായിട്ട് നിങ്ങൾ കൊണ്ടുപോയിട്ട് എല്ലാം ചെയ്ത്. എന്തിനാണ് ഇത്ര രഹസ്യ സ്വഭാവം ഈ ഒരു കാര്യത്തിലെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് മാത്രമല്ല, നിങ്ങൾ വീഡിയോകൾ കണ്ടാൽ അറിയാൻ പറ്റും, ഈ നീച സ്ത്രീയെ കൊണ്ടുപോയത് AC കാറിലാണ്. ഒരു കൊടും കുറ്റം ചെയ്ത ഒരു കൊടൂര ക്രിമിനലിനെ കൊണ്ടുപോകേണ്ട രീതി ഇങ്ങനെയാണോ? അതായത് ഒരു പ്രൈവറ്റ് വാഹനത്തിലാണോ, ഒരു AC വെച്ച കാറിലാണോ ഈ നീച സ്ത്രീയെ കൊണ്ടുപോകേണ്ടത്? വിലങ്ങ് പോലും വെക്കാതെ എന്തിനിങ്ങനെ നിങ്ങൾ കൊണ്ടുപോയി? എന്റെ ആഗ്രഹം എന്തെന്ന് പറഞ്ഞാൽ, ഇവരെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് വിലങ്ങ് വെച്ച് പോലീസ് ജീപ്പിൽ ജനങ്ങളുടെ മധ്യത്തിലൂടെ കൊണ്ടുപോകണമെന്നായിരുന്നു എന്റെ ഒരു ആഗ്രഹം. അത് നടന്നില്ല. എന്തിനു ഭയക്കുന്നു ഈ സ്ത്രീയെ? എന്തിനു ഭയക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് മാത്രമല്ല, അവരുടെ വേഷം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, പർദ്ദ ഇട്ടുകൊണ്ടാണ് അവർ പോകുന്നത്. ഈ വസ്ത്ര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്, അതിലൊന്നും ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ പർദ്ദ എന്ന് പറയുന്നത് കേവലം ഒരു വസ്ത്രത്തിന് പുറമെ ഒരു വിശ്വാസത്തിന്റെ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് പർദ്ദ എന്ന് പറയുന്ന വസ്ത്രം. അപ്പൊ അത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാ, ഷിംജിതയ്ക്ക് അനുകമ്പ അല്ലെങ്കിൽ ഒരു സെന്റിമെന്റ്സ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നീച സ്ത്രീയെ നിങ്ങൾ ഈ പർദ്ദ ധരിച്ച് നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മാപ്പില്ല. കേരളം നിങ്ങൾക്ക് മാപ്പ് തരില്ല. കാരണം ദീപകിന്റെ ചേതനയേറ്റ ശരീരത്തിന് മുന്നിൽ ആ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞ ആ വാക്കുകളുണ്ടല്ലോ, അതിപ്പോഴും എന്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ വിങ്ങുവാണ്. മോനെ, നിന്റെ മുഖമൊക്കെ അങ്ങ് മാറിപ്പോയല്ലോടാ എന്ന് പറയുന്ന ആ ഒരു വേദന ഉണ്ടല്ലോ അമ്മയുടെ, അതെന്റെ നെഞ്ചിൽ കിടന്നിങ്ങനെ നീറുവാണ് ഇപ്പോഴും. അത് കേട്ട ഒരു അച്ഛനോ ഒരു അമ്മയ്ക്കോ ഒരു മകനോ ഒരു സഹോദരനോ കൂട്ടുകാരനോ ആർക്കും നിനക്ക് മാപ്പ് തരാൻ പറ്റില്ല ഷിംജിതേ. നീ ചെയ്ത അത്ര കൊടൂര 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 കുറ്റമാണ്. കേവലം ചെറിയൊരു റീച്ചിന് വേണ്ടി ഒരു കുടുംബത്തിന്റെ അന്നം നീ നശിപ്പിച്ചു. ഒരച്ഛന്റെ, ഒരു അമ്മയുടെ, ഒരു മകന്റെ, ഒരു ഭാര്യയുടെ, കൂട്ടുകാരന്റെ, സഹോദരന്റെ, എല്ലാവരുടെയും സ്നേഹമാണ് നീ കെടുത്തിയത്. ഇത് മനസ്സിലാക്കുന്ന ഒരു മലയാളികളും ഒരാളും നിനക്ക് മാപ്പ് തരില്ല ഷിംജിതേ. 100% ഉറപ്പാണ്. ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ നിനക്ക് ജാമ്യം കിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇത് കേരളമാണ്, ഇത് ഇന്ത്യയാണ്. ഇവിടുത്തെ നിയമം എന്താണെന്നും നിയമവ്യവസ്ഥിതി എന്താണെന്നും നമുക്ക്